എൻ്റെ സുന്ദരി ബ്രൈഡ് എൻ്റെ സ്വന്തം അനിയത്തിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഇളയ കാന്താരി. ഈ ഉസ്താദ് ഹോട്ടൽ സിനിമയില്ലേ, അത് കാണുമ്പോഴേ എനിക്ക് എൻ്റെ വാപ്പച്ചിനെയാണ് കേട്ടോ ഓർമ്മ വരാറ്. അതിൽ സിദ്ദിഖിനെ പോലെ ആയിരുന്നു എൻ്റെ വാപ്പച്ചിയും. ആൺകുട്ടികളോടായിരുന്നു കേട്ടോ താല്പര്യം. അങ്ങനെ ആഗ്രഹിച്ച് ആൾക്ക് 3 പെൺകുട്ടികളാണ് കേട്ടോ കിട്ടിയത്. 4ാമത്തെ ഒരെണ്ണത്തിന് ട്രൈ ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. ഇനിയും പെൺകുട്ടിയായാലോ എന്ന് അർത്ഥമായിരിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവളെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് പെൺകുട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വാപ്പച്ചി മുഖം തിരിച്ച് പോയി കളഞ്ഞേ. അവളുടെ മുഖത്ത് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആർക്കും ഞങ്ങളെ വേണ്ട കേട്ടോ. ഈ ഇളയ സാധനത്തിന് മാത്രം മതി എല്ലാവർക്കും. എൻ്റെ വാപ്പച്ചിയുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ അത് ഈ സാധനത്തിന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇളയ സന്താനം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടാത്ത പ്രിവിലേജ് ഒക്കെ ഇവക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു കൂട്ടിലടച്ച കിളിയെ പോലെ തന്നെ. എന്നിട്ട് എന്തായി, ഞാൻ ആ കൂട് വിട്ട് വെളിയിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടിലടച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി. ഞാൻ പോയതോടുകൂടെ വേഗം റിച്ചുവിനെ പിടിച്ച് കിട്ടുകയും ചെയ്തു. അതോടെ അവളിലോക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രീഡം കിട്ടിയിട്ടുള്ളത് ഇവക്കാണ് കേട്ടോ. ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ നിക്കാഹാണ്. അപ്പം എൻ്റെ കൊച്ചിൻ്റെ നിക്കാഹിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ.